സമയം 2 മണി. ഒരു പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് ബാക്കിയുണ്ട്. പൊട്ടിച്ചേക്കാം. യെസ്, നോയ്സ് കളർഫിറ്റ് അൾട്രാ ബസ് കുറേ നാളായി ഇറങ്ങിയിട്ട് ലേശം വൈകിപ്പോയി അൺബോക്സ് ചെയ്യാം. വീഡിയോയുടെ സ്റ്റാൻഡേർഡ് കൂടുമ്പോൾ വ്യൂവേഴ്സിൻ്റെ സ്റ്റാൻഡേർഡും കൂടും. പക്ഷേ സ്റ്റാൻഡേർഡുള്ള വ്യൂവേഴ്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് വ്യൂസും കുറയും. ഈ പെട്ടി പൊട്ടിക്കൽ വേണമെങ്കിൽ കുറച്ച് ഗ്രാൻഡാക്കാം. പക്ഷെ വാച്ച് കയ്യിലല്ലേ, എന്തിനാ പെട്ടി? നോയ്സ് കളർഫിറ്റ് അൾട്രാ ബസ് കോളിംഗ് സ്മാർട്ട് വാച്ച് എന്നൊക്കെ വേണേ പറയാം. എന്നാലും സ്മാർട്ട് വാച്ച് ഫോൺ നമ്പർ കുത്തി വിളിക്കുന്നവര് കുറച്ച് ആൾക്കാരുണ്ടാവാം. സ്റ്റുഡിയോയിലിരുന്ന് റിവ്യൂ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഇരുന്ന് അലറുന്നു, ഇൻവെർട്ടർ കറണ്ടും ഇല്ല. നോയ്സിന്റെ കളർഫിറ്റ് അൾട്രാ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ പ്രത്യേകമായിട്ടും വരുന്നത് എന്താണ്? AMOLED ഡിസ്പ്ലേ. ആ രീതിയിലില്ല. 1.75 ഇഞ്ചിന്റെ വലിയ ആനിമേഷൻ വാച്ച് ഫേസ് ഉള്ള ഒരു LCD ഡിസ്പ്ലേ ആണ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. ഏകദേശം 5 ദിവസമൊക്കെ നിൽക്കത്തക്കോണമുള്ള ഒരു ബാറ്ററി ബാക്കപ്പും ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഏകദേശം 2 മണിക്കൂറിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സെറ്റപ്പാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലൂടൂത്ത് 5.1 ആണ്. 5.0 എന്നൊരു അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ഈ വാച്ച് കയ്യിലെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മെറ്റലാന്ന്, കാരണം നല്ല ഡെൻസ് ആണ്. പക്ഷെ പോളി കാർബണേറ്റ് ആണ്, കണ്ടാ മെറ്റൽ പോലെ ഇരിക്കും. ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു പവർ ബട്ടണും പിന്നെ ഒരു മൈക്രോഫോൺ ഉണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് സ്പീക്കർ ഉണ്ട്. ബാക്ക് സൈഡിൽ വളരെ നല്ല ഒരു മിനിറ്റ് ലൈറ്റ് മാറ്റട്ടെ. സ്പീക്കറും മൈക്രോഫോണും കൊടുക്കാനായിട്ട് ഓട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെള്ളത്തിനകത്ത് മുക്കാം. IP68 റേറ്റഡ് ആണ്, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് നോയ്സിന്റെ പ്രൊഡക്റ്റ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തേത്, നോയ്സ് ഫിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വേണം ഈ ഒരു വാച്ചായിട്ട് പെയർ ചെയ്യാനായിട്ട്. അത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. iOS-ലും ഉണ്ട്, ആൻഡ്രോയിഡിലും ഉണ്ട്. iOS-ൽ കുറച്ച് ലിമിറ്റഡ് ഫീച്ചേഴ്സേ ഉണ്ടാവുള്ളൂ. ആൻഡ്രോയിഡിലാണെങ്കിൽ ഫുൾ ഫീച്ചേഴ്സ് ലഭിക്കുന്നതാണ്. അത് ഏറ്റവും ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് പെയർ ചെയ്യുക. അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ യൂസർ മാനുവലിൽ പെട്ടിക്കകത്തുണ്ട്, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ, ഈ വാച്ച് ഭയങ്കര ഫ്ലൂയിഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. 3999 രൂപയ്ക്കാണ് ഈ വാച്ച് വിൽക്കുന്നത്. നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് NXSARTH8 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിക്കുമ്പോൾ അതിലും കുറഞ്ഞ പ്രൈസിലാണ് കിട്ടുന്നത്. ആ ഒരു ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ വളരെ ഫ്ലൂയിഡിലായിട്ടുള്ള ഒരു ഇന്റർഫേസ് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അത്യാവശ്യം ആ ഒരു എമൗണ്ടിൽ കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് അധികം ഫ്രെയിം ഡ്രോപ്സ് ഒന്നും ഇല്ലാത്ത നല്ല രീതിയിലുള്ള ട്രാൻസിഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ചില സ്ഥലങ്ങളിൽ ആനിമേറ്റഡ് വാച്ച് ഫേസസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോളിംഗ് സ്മാർട്ട് വാച്ച്. കോളിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വാച്ച് ആപ്പുമായിട്ട് പെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിനകത്ത് ബ്ലൂടൂത്ത് ഓൺ ആക്കി ഇത് നമുക്കൊരു ബ്ലൂടൂത്ത് ഇയർഫോൺ പോലെ അവിടെ കാണിക്കും. അത് മേലെ കണക്ട് ചെയ്യാം. പക്ഷേ ബ്ലൂടൂത്ത് ഇയർഫോൺ ആയിട്ട് കണക്ട് ചെയ്യുമെങ്കിലും പാട്ടുകൾ അല്ല കേൾക്കുന്നത്, ഫോൺ കോളുകൾ മാത്രം നിങ്ങളുടെ വാച്ചിനകത്ത് റൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ബ്ലൂടൂത്ത് വഴി ഈ ഒരു കോളിംഗ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബാറ്ററി ബാക്കപ്പ് 5 ദിവസം എന്ന് പറയുന്നത് 2 ദിവസം 3 ദിവസമായിട്ട് കുറയും. ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാലോ, ട്രൂ വയർലെസ് ഇയർഫോൺ നിങ്ങളുടെ ഫോണിൽ 24 മണിക്കൂറും കണക്ട് ചെയ്ത് വെച്ചാൽ എങ്ങനെയായിരിക്കും ബാറ്ററി ബാക്കപ്പ്? സിമിലർ ആയിരിക്കും ഇതിന്റെ ബാറ്ററി ബാക്കപ്പ്. ആ കണക്ക് നോക്കുവാണെങ്കിൽ ഇതിന്റെ മാത്രമല്ല, ഇങ്ങനെ വർക്ക് ചെയ്യുന്ന എല്ലാ ബ്ലൂടൂത്ത് കോളിംഗ് സ്മാർട്ട് വാച്ചുകളും. കഴിഞ്ഞ ദിവസം ഞാൻ ജിമ്മിൽ പോയ സമയത്താണ് അവിടെ സ്മാർട്ട് വാച്ചുകൾ കെട്ടിക്കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരെ കണ്ടത്. സോ അതിൽ പല ആൾക്കാരും പല വർക്കൗട്ട് മോഡുകളൊക്കെ ഇട്ടിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. എന്തായാലും ഇതിനകത്ത് 100 വർക്കൗട്ട് മോഡുകൾ പറഞ്ഞിട്ടുണ്ട്. സോ 100 വർക്കൗട്ട് മോഡുകളിൽ ഓരോരോ കാറ്റഗറി ആയിട്ടാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്കൗട്ട് മോഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ 100 വർക്കൗട്ട് മോഡ്സ്. ഇനി സ്മാർട്ട് വാച്ചുകൾ, പൊതുവെ ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചുകളൊക്കെ മേടിക്കുന്നവർ വാച്ച് ഫേസിന്റെ കാര്യത്തിൽ വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആനിമേറ്റഡ് വാച്ച് ഫേസ് ഉണ്ട്. ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് ഒരു 5-6 ഉണ്ട്. നിങ്ങളുടെ സ്വന്തം ഫോട്ടോ വേണമെങ്കിൽ ഇടാം. ആപ്ലിക്കേഷൻ വഴി ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് കുറെ വാച്ച് ഫേസുകളുണ്ട്. 10-25-50 ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വാച്ച് ഫേസുകളുടെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. ഇനി ഹെൽത്ത് വൈസ് എന്തൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ നോയ്സ് ഹെൽത്ത് എന്ന് പറയുന്ന കാറ്റഗറിയിലുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാം. നമുക്ക് സ്ലീപ്പ് മോണിറ്റർ ചെയ്യാൻ പറ്റും, ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും, SpO2, ബ്രീത്തിങ് എക്സസൈസ്, അതേപോലെ സ്ട്രെസ് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇനി ഹാർട്ട് റേറ്റ്, ചേട്ടാ ഈ ഒരു ഹാർട്ട് റേറ്റ് സെൻസർ ആക്യുറേറ്റ് ആണോ? 100% ആക്യുറേറ്റ് ആണോ? 100% ഒന്നും ഒരിക്കലും ഒരു സ്മാർട്ട് വാച്ചിന്റെ ഹാർട്ട് റേറ്റ് സെൻസർ ആക്യുറേറ്റ് ആവില്ല. ഒറ്റ നോഡല്ലേ ഉള്ളൂ. എന്തായാലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഹാർട്ട് റേറ്റ് സെൻസർ ആണ്. നിങ്ങൾ ഇത് ECG ഒക്കെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യാതെ, ഈ പച്ച കളർ വാച്ചിലുള്ള ഈ ഒരു പച്ച കളർ സ്ട്രാപ്പ് ഉണ്ടല്ലോ, ഇന്നേ വരെ ഞാൻ നോയ്സ് വാച്ചുകൾ കണ്ടു വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള തിക്നെസ് ഉള്ള ഒരു വാച്ചിന്റെ സ്ട്രാപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് കാലക്രമേണ ഓരോ വാച്ചുകളിലും.
നോയ്സ് ചെയ്തൊരു നല്ല കാര്യമാണ്. സോ വാച്ചിന്റെ ബിൽഡ് ക്വാളിറ്റി 5 out of 5 എനിക്ക് കൊടുക്കാം. ഇനി നോട്ടിഫിക്കേഷൻസ് വരുമെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വഴി ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ മാത്രമായിരിക്കും വരുന്നത്. സോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കിയിടാം. എല്ലാ നോട്ടിഫിക്കേഷൻസ്, കോൾ നോട്ടിഫിക്കേഷൻസ്, SMS നോട്ടിഫിക്കേഷൻസ് ഇതൊക്കെ വരും. ഇനി നിങ്ങൾ ബ്ലൂടൂത്ത് കോളിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വലിക്കുമ്പോൾ ഇവിടെ ഒരു താഴെ നിന്ന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഇവിടെ ഒരു സെക്ഷനിൽ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലേ കോളിന്റെ, അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബ്ലൂടൂത്ത് കോളിംഗ് എന്ന ഒരു പരിപാടി വരുള്ളൂ. എന്നാലേ വാച്ചിനകത്ത് നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എനേബിൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കോളുകൾ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇതിനകത്ത് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ SMS വഴി നിങ്ങൾക്ക് റിപ്ലൈ ബാക്ക് കൊടുക്കാൻ പറ്റും. പ്രീ ഡിഫൈൻഡ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം ആപ്പിനകത്ത്. ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ 5 ബ്രൈറ്റ്നസ് മോഡുകളുണ്ട്. ഔട്ട്ഡോർ വിസിബിലിറ്റി അത്യാവശ്യം നല്ലതാണ്, കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. സോ ഔട്ട്ഡോർ വിസിബിലിറ്റി കാണാനായിട്ട് ഔട്ട്ഡോറിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ സമയം 6:10. ഇത് കാണുന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ വിസിബിലിറ്റി ഈസ് ഗുഡ്. പിന്നെ വാച്ചിനകത്ത് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ സ്ക്രീൻ ഓൺ ആവുന്ന പരിപാടി ഉണ്ട്. വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചെറിയ വൈബ്രേഷൻ തൊട്ട് വലിയ വൈബ്രേഷൻ വരെ 3 സ്റ്റേജ് ആയിട്ടും ഓട്ടോ ബ്രൈറ്റ്നസ് ഇല്ല. സോ ഓവറോൾ 3999 രൂപയ്ക്ക് ഞാൻ ഈ വാച്ച് എടുക്കട്ടെ എന്ന് ചോദിക്കുവാണെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് ColorFit ഐക്കൺ ബസ് എന്ന് പറഞ്ഞ വേറൊരു വാച്ച് ഉണ്ട്. ഈ സെയിം പ്രൈസ് പോയിന്റിൽ AMOLED സ്ക്രീനോട് കൂടിയിട്ട് ഏകദേശം ഇതേ ഫീച്ചേഴ്സ് ഉള്ള എന്നാൽ ലേശം വെയിറ്റ് കൂടിയ ഒരു മോഡൽ വരുന്നുണ്ട്. അത് ബെറ്റർ ആണ്. ഇതിന്റെ പ്രൈസ് കുറയുവാണെങ്കിൽ ഏകദേശം 3500 എന്തോ ലോഞ്ച് ചെയ്തു. ആ പ്രൈസ് തിരിച്ചു വരുവാണെങ്കിൽ അല്ലെങ്കിൽ 3500 താഴെ പോവുകയാണെങ്കിൽ പ്ലസ് ഈ ഒരു എൻ്റെ കോഡും കൂടെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല പ്രൈസിൽ കിട്ടുവാണെങ്കിൽ മാത്രം ഇതിലേക്ക് പോവാം, അല്ലെങ്കിൽ ഐക്കൺ ബസ്സിലേക്ക് പോവാം. സോ ഇത്രയൊക്കെ എനിക്ക് വാച്ചിനെ കുറിച്ച് പറയാനുണ്ട്. കുറച്ച് ആഡംബരമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ കറണ്ട് ഇല്ല. 2 ദിവസമായിട്ട് ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞ സാധനമില്ല. എനിക്ക് വലിയ ലൈറ്റൊക്കെ വെച്ച് ഓണാക്കി ഇടാനും പറ്റുന്നില്ല. ഇൻവെർട്ടർ ആണെങ്കിൽ കരയുമോ ലൈറ്റ് ഓണാക്കുന്ന സമയത്ത്. ഇനി ഫാൻ പോലും കിട്ടാത്ത അവസ്ഥയാവും. അതുകൊണ്ടാണ് എന്തെങ്കിലും സംഭവം പിടിയിട്ടില്ലേ, വേറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കോ, കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, എന്നൊക്കെ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്ത വീഡിയോ കാണാം. മോസ്റ്റ്ലി കറണ്ട് വരേണ്ടതാണ്. ഓക്കെ, ബൈ, സീ യു.